ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതേ മുളകിൻ്റെ തൈകളെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തോട്ടത്തിലെ ചെടികളെല്ലാം ഉണങ്ങിപ്പോയതിന് ശേഷം നമ്മൾ പുതിയതായിട്ടുള്ള തുടക്കമാണേ. അപ്പോൾ ഈ പച്ചമുളകെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും തന്നെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പം വേഗം മുളകൊക്കെ വളർന്നു കഴിഞ്ഞാലല്ലേ അവരെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവരെ എനിക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കണം. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, എൻ്റെ ടെറസിലാണ്. അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലുമായിട്ടാണ് ഞാൻ എല്ലാ ചെടികളെയും തന്നെ വളർത്തിയെടുക്കുന്നത്. ഗ്രോ ബാഗുകളും പാത്രങ്ങളും ഒക്കെ നമ്മൾ ഈ മുളക് ചെടി വളർത്താനായിട്ട് സെലക്ട് ചെയ്യുമ്പം ഒരു മിനിമം ഒരടിയെങ്കിലും ഉയരമുള്ള താഴ്ചയുള്ള പാത്രം വേണം. അതുപോലെ നല്ല വിസ്താരമുള്ള പാത്രവുമാണ് മുളക് ചെടികളെ വളർത്താൻ നല്ലത്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതിനകത്ത് നല്ലതുപോലെ അടിവളം ചേർത്ത പോട്ടിംഗ് മിക്സ് നിറയ്ക്കണം. അപ്പം ഞാനിവിടെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നിറയ്ക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പോട്ടിംഗ് മിക്സ് നല്ല നീർവാർച്ചയുള്ളതും കട്ട പിടിക്കാത്ത പോട്ടിംഗ് മിക്സ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. വെള്ളം ഒരു കാരണവശാലും കെട്ടി നിൽക്കാൻ പാടില്ല. ഈ പച്ചമുളകിൻ്റെ തൈകൾ നമുക്ക് വേണമെങ്കിൽ വിത്തുകൾ പാകി മുളപ്പിക്കാം, അല്ലെങ്കിൽ അതിന് സൗകര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും നേഴ്സറികളിൽ നിന്ന് തൈകളെ വാങ്ങിച്ചിട്ടാണെങ്കിലും നമുക്ക് നട്ടു വളർത്തിയെടുക്കാം. നമ്മളിതേ ഇതുപോലെ കണ്ടോ, ഇത് ഒരാഴ്ച മുമ്പ് നമ്മൾ നട്ടുപിടിപ്പിച്ചതാണേ. കണ്ടോ, നട്ടുപിടിച്ച് അവരൊക്കെ ചുവട് പിടിച്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് നട്ടുപിടിപ്പിച്ച പച്ചമുളകുകളും കൂടെ വേര് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, വാടിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാവേ. ബാ, ഇത് നമ്മൾ അന്ന് നട്ടുപിടിപ്പിച്ചതാണേ. ഇത് വലിയ കുഴപ്പമില്ലാതെ പുതിയ ഇലകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകാം അവർ വേര് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചുവട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇതൊരു ചുവടുണ്ട്. പിന്നെ ദേ ഇത് കണ്ടോ, ഇത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് പൊത കൊടുക്കേണ്ടതായിരുന്നു, കൊടുക്കാൻ മറന്നുപോയതാണ്. കണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് കണ്ടോ. അതിൽ ദേ ഒരിച്ചിരി വളർച്ച കുറവുള്ള പോലെ നിൽക്കുവാണ് ദേ ഈ തൈ കേട്ടോ. അപ്പം ഇതുപോലുള്ളവർക്ക് വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ. അതായത് ചുവട് പിടിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ വളർച്ച കുറവായി നിൽക്കുന്ന, അല്ലെങ്കിൽ വളർച്ച ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, ചുവട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. പച്ചമുളകിനൊക്കെ നമ്മൾ വളം ചെയ്യുമ്പം രണ്ടാഴ്ച കൂടുമ്പോൾ നിർബന്ധമായും എന്തെങ്കിലും വളം, അത് ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് വളമോ മണ്ണിര കമ്പോസ്റ്റോ എന്തെങ്കിലും തരത്തിലുള്ള വളം ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ചുവട് പിടിച്ചതിന് ശേഷം കൊടുക്കണം. പിന്നെ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോഴും കായ്കൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോഴും ആണ്, പിന്നെ ഓരോ പ്രാവശ്യം വിളവെടുത്ത് കഴിയുമ്പോഴുമാണ് നമ്മൾ മുളക് പോലുള്ള ചെടികൾക്ക് വളം കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ നട്ടിരിക്കുന്ന തൈക്ക് ഒരു നല്ല വളർച്ച, നല്ല ആരോഗ്യമുള്ള വളർച്ച പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാനൊരു കിടിലൻ വളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അപ്പം നമുക്കതൊന്ന് കൊടുക്കാം. ഇത് ഞാൻ കണ്ടോ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ കപ്പിൻ്റെ ഒരു 1/4 ഭാഗം. അപ്പം ബാക്കി 3/4 ഭാഗം കൂടെ വെള്ളം ഒഴിച്ച് നിറയ്ക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് നിറച്ചെടുക്കുവാണേ. നല്ല വളർച്ച കിട്ടും ചെടികൾക്ക്. നല്ല ആരോഗ്യമുള്ള വളർച്ച കിട്ടാനുള്ള ഒരു കിടിലൻ വളമാണ്. എന്നാൽ ഒരു കാശ് ചെലവും ഇല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനം ഉപയോഗിച്ചാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുകൊടുത്ത തണ്ണിമത്തൻ്റെ തൈകളാണേ. കണ്ടോ, ഞാൻ ആ കുഞ്ഞു പാത്രത്തിനകത്തുനിന്ന് അപ്പം തന്നെ മാറ്റിയത്. ഇവിടെ കിടന്ന് തന്നെ ഒരു വിത്ത് മുളച്ചിട്ടുണ്ട് കണ്ടോ. അത് ആ പാത്രത്തോടെ മാറ്റി നടുന്നതിൻ്റെ ഒരു ഗുണമാണ്. നമ്മൾ ഈ തൈകൾ മാറ്റി നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വേനൽക്കാലമാണെങ്കിൽ വേര് പൊട്ടാതെ ചുവടിളകാതെ വേണം ചെടികളെ മാറ്റി നടാൻ. എങ്കിലേ അവർക്ക് ഈ വേനൽക്കാലത്തിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഈ ചൂടുള്ള മണ്ണിൽ നിന്ന് വളർന്നു പൊങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഈ കലക്കിയ വളമില്ലേ, നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവേ. ബാ, ഈ ചെടിക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് നനയത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും പാത്രത്തിനകത്തെ മണ്ണ് മുഴുവനും നനഞ്ഞ് അതിനകത്തെ വളത്തിനെയും കലക്കിക്കൊണ്ട് ഒഴുകി പോകാനും മാത്രം വെള്ളം കൊടുക്കരുത് കേട്ടോ. പിന്നെ ഇതാണേ, ഈ മുളകിൻ്റെ ചെടിക്കും കൊടുക്കാം. മുളകിന് എപ്പോഴും മണ്ണിൽ നനവ് വേണമെന്നേ ഉള്ളൂ, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. 1-2 ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇപ്പോഴത്തേന്ന് ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഒരു ദിവസത്തിൽ നമുക്ക് ഒരു പ്രാവശ്യം കൊടുക്കാം. വെള്ളം നനവ് നിന്നാൽ മതി, അതിനാണ് നമ്മൾ ഈ പൊത ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ ഈ ചെടിക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. പോയ പോലെ നിൽക്കുക. ഇനി ഈ വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് നോക്കിയിട്ട് വരാം. ബാ, അപ്പം വളം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിലേക്ക് ഇത് കണ്ടോ, 1 സ്പൂൺ കാപ്പിപ്പൊടിയാണേ. മിക്കവാറും ഉള്ള എല്ലാ വീടുകളിലും കാപ്പിപ്പൊടി ഉള്ളതാണ്. വലിയ ചിലവൊന്നും നമ്മൾ അതിനായിട്ട് വരുത്തി വെക്കുന്നില്ല.
അപ്പോൾ കുറച്ച് കാപ്പിപ്പൊടി, 1 സ്പൂൺ കാപ്പിപ്പൊടി ഇതുപോലെ കപ്പിനകത്തേക്ക് ഇട്ടു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു സാധനം കൂടെ ഉണ്ട്. കാപ്പിപ്പൊടിയൊക്കെ എല്ലാവർക്കും വീട്ടിലുള്ളതാണ്, അവർക്കെല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ കാപ്പിപ്പൊടിയായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. കടുക്കാപ്പിയൊക്കെ തിളപ്പിക്കുന്ന വീടുകളാണെങ്കിൽ അപ്പം അവരുടെ വീട്ടിൽ കാപ്പി ഉപയോഗിച്ചതിന് ശേഷം അടിയിൽ വരുന്ന കാപ്പി മട്ട ഉണ്ടല്ലോ, ആ കാപ്പി മട്ട എടുത്താലും മതി. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കണേ. 1 സ്പൂണ് എപ്സം സോൾട്ട് ആണ്. അപ്പോൾ ഈ എപ്സം സോൾട്ട് ചില മഴയൊക്കെ വീണിട്ട് നനഞ്ഞിരിക്കുവാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കലങ്ങി കിടക്കുന്ന ഈ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. സാധനം എപ്സം സോൾട്ട് ആണ് കേട്ടോ. കലങ്ങിയ വെള്ളം ആയതുകൊണ്ടാണ് 2 സ്പൂണ്. നല്ല എപ്സം സോൾട്ട് ആണ്. പുതിയതായിട്ടിരിക്കുന്ന എപ്സം സോൾട്ട് ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ടീസ്പൂണിന് 1 സ്പൂൺ എടുത്താൽ മതിയേ. നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. ഈ വെള്ളവുമായിട്ടൊന്ന് കൂടിച്ചേരാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ പുതിയതായിട്ടുള്ള കാപ്പിപ്പൊടിയല്ലേ, അതേസമയം കടുങ്കാപ്പിയുടെ മട്ട എടുക്കുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വരത്തില്ല. അത് നല്ലപോലെ വെള്ളത്തിനകത്ത് അലിഞ്ഞതായിരിക്കും. അപ്പം അതിനകത്തേക്ക് ഇതുപോലൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുവാണേ. കണ്ടോ, ഇങ്ങനെ ഞാൻ ഈ കപ്പിനകത്ത്, ഇത് ഏകദേശം ഒരു 1.25 ലിറ്ററൊക്കെ കൊള്ളുന്ന ഒരു പാത്രമാണ്. അത് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് വളം കൊടുക്കുമ്പോഴും പറ്റുന്നത്ര നേർപ്പിച്ച്, ഞാനിപ്പം നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്തു നോക്കുമ്പം അതിനേക്കാളും പറയുന്ന സാധനങ്ങളെല്ലാം കുറച്ചും കൂടെ കുറഞ്ഞ അളവിൽ മാത്രം എടുത്തിട്ട് ചെയ്തു നോക്കണം. എപ്പോഴും കുറഞ്ഞ അളവിൽ കൂടുതൽ പ്രാവശ്യം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാനിത് നമ്മുടെ മുളക് ചെടിക്ക് ഇത് കഴിഞ്ഞ ആഴ്ച നട്ടുപിടിപ്പിച്ചാന്ന് പറഞ്ഞില്ലേ, വലിയ കുഴപ്പമില്ലാതെ ചോട് പിടിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഞാൻ ഈ വളം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, മണ്ണിലേക്ക് നമുക്ക് മണ്ണ് നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം, കൂടുതൽ വേണ്ട കേട്ടോ. അപ്പം പിന്നെ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, നമ്മൾ വളം ഉണ്ടാക്കുമ്പോൾ ഇത് എത്ര ചെടികൾക്കാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ചെടികളുടെ ആരോഗ്യത്തിനെയും വളർച്ചയെയും അവർ നിൽക്കുന്ന പാത്രത്തിലെ മണ്ണിൻ്റെ അളവിനെയും ഒക്കെ ആശ്രയിച്ചിട്ടാണ് ഈ അളവിനുള്ള വ്യത്യാസം. കൂടുതൽ മണ്ണുള്ള പാത്രമാണെങ്കിൽ ആ മണ്ണെല്ലാം നനയാനായിട്ട് കുറച്ചും കൂടെ കൂടുതൽ വളം ആവശ്യമായിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം പച്ചമുളക് വളർത്തുന്നവർക്കൊക്കെ ഈ വളം ഒന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.